സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. ഇത് സുഫിയാൻ സൗരി പറഞ്ഞുകൊണ്ട് ഉത്തരിച്ചതാണ് എന്ന് അവിടെ ബോധ്യമാകും. ഒരാൾ ആ ഒരു ഖുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് ഒരു ബിദ്അത്തിന്റെ ആളാണെന്നോ ഒരു മുബ്തദിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഖുനൂത്ത് ഓതിയാൽ ഇമാമിന്റെ കൂടെ മൗമൂമിങ്ങളും ഖുനൂത്ത് ഓതണം. നിങ്ങൾ നടത്തിയ തെറ്റായ ആരോപണങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന്. ഇപ്പോൾ ഖുനൂത്ത് വ്യഭിചാരത്തെക്കാൾ മോശമെന്ന് പറഞ്ഞു, അതിന്ന് ബോധ്യപ്പെട്ടു, തിരുത്താൻ തയ്യാറല്ല. താജു സലാഹി പറയുന്നുണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലണം തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ. അത് നിങ്ങൾക്ക് ബാധകമല്ല. ആ വഴികാടുകളെല്ലാം നരകത്തിലേക്കാണ്. സുഫിയാൻ സൗരി പറയാൻ തിന്മകളേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, മദ്യപിക്കുന്നതിനേക്കാൾ, പലിശ കൊടുക്കുന്നതിനേക്കാൾ, അളവിലും തൂക്കത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. ഇത് പറഞ്ഞത് KNMന്റെ പ്രസിഡന്റ് അല്ല, മുജാഹിദ് പണ്ഡിതന്മാരല്ല, ബാലിശയുടെ വക പറഞ്ഞതല്ല. ഇത് സുഫിയാൻ സൗരി പറഞ്ഞുകൊണ്ട് ഉത്തരിച്ചതാണ് എന്ന് അവിടെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കുനൂത്ത് കൂട്ടുപ്രാർത്ഥന ഇത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അത് ബിദ്അത്താണ്, വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത് സുന്നത്താണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി എന്താണെന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണെന്നുള്ളത് വിശദീകരിക്കാമോ? സഹോദരങ്ങൾ, അദ്ദേഹം ചോദിച്ചത് കുനൂത്ത് സുന്നത്താണെന്ന് ചിലർ പറയുന്നു, സുന്നത്തല്ല എന്ന് മറ്റു ചിലർ പറയുന്നു. അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനയുടെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നാണ്. കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം കുനൂത്ത് ഓതിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ശേഷം തങ്ങൾ സുബഹിയിൽ മാത്രം തുടർന്നു കൊണ്ടുപോയോ അതോ പൂർണ്ണമായിട്ടും നിർത്തിയോ? രണ്ട് തരത്തിലും ഹദീസുകളുണ്ട്. ഇത് ഈ കുനൂത്തിൽ നിന്ന് മാത്രമല്ല, നിസ്കാരത്തിന്റെ ബിസ്മിയുടെ കാര്യത്തിൽ ബിസ്മില്ല തങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മുതൽ ഓതി തുടങ്ങിയെന്നും ബിസ്മില്ല ഉറക്ക ഓതി എന്ന അബൂ ഹുറൈറയുടെ ഹദീസുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഒന്നുകിൽ വ്യത്യസ്ത ഹദീസുകൾ, അല്ലെങ്കിൽ ഒരു ഹദീസിനെ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്ത രീതികൾ സഹാബിമാരുടെ കാലം മുതൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പൊ കുനൂത്തുണ്ട് എന്ന് കരുതുന്ന ഷാഫി മദ്ഹബുകാർ നമ്മൾ വളരെ ഉറച്ച് കുനൂത്തിന്റെ തെളിവുകളെ അംഗീകരിക്കുന്നവരാണ്. അതിന് നിദാനശാസ്ത്രത്തിലെ നിയമങ്ങൾ പരമായിട്ട് നമ്മളത് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തും, ഹസനാണെന്ന് സ്ഥിരപ്പെടുത്തും. ഇനി സഹീഹാക്കിയ ഇമാമുമാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇമാം നവവി, ഇമാം ഹാക്കിം, അതുപോലെ തന്നെ അതിന് ഹസനാണെന്ന് പറഞ്ഞ ഇമാം ഇബ്നുൽ മുലഖിൻ പേജുകൾ എഴുതി അതിനെ സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ നമ്മൾ നിദാനശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ടും നമ്മളത് സഹീഹാണെന്ന് കരുതുകയും നമ്മൾ ഉറച്ച ബോധത്തോടുകൂടെ കുനൂത്ത് ഓതുകയും ചെയ്തു. എന്നാൽ നമ്മൾക്കുള്ള ഇത്രയും ഉറപ്പോടുകൂടെ തന്നെ അബൂ ജാഫർ റാസി അസ്വീകാര്യനാണ് എന്ന് കരുതുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഹംബലികളുണ്ട്, ഹനഫികളുണ്ട്. അവർ കുനൂത്ത് ഓതാത്തതിൽ നമുക്ക് യാതൊരു വിരോധവുമില്ല. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള ഇൽമിയായ സ്ഥിതി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഫജ്റുൽ ഖുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട്. എന്നാൽ മറ്റു മദ്ഹബിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ്. അവരുടെ കൈകളിലും വളരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരാൾ ആ ഒരു ഖുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് അയാൾ അക്കാരണത്താൽ ഒരു ബിദ്അത്തിന്റെ ആളാണെന്നോ ഒരു മുബ്തദിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഖുനൂത്ത് ഓതുന്ന ഇമാമിന്റെ പിറകിൽ നമസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഫജ്റുൽ ഖുനൂത്ത് സുന്നത്തല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തി ഖുനൂത്തിൽ പങ്കെടുക്കണമോ അതല്ല ഖുനൂത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്, ആമീൻ പറയാതിരിക്കുകയാണോ വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെ വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മൗമൂമിങ്ങൾ ഇമാമിനെ പിന്തുടരണം. ഫഇദാ ഖനത ഖനത മഅഹു. അതുകൊണ്ട് തന്നെ ഇമാം ഖുനൂത്ത് ഓതിയാൽ ഇമാമിന്റെ കൂടെ മൗമൂമിങ്ങളും ഖുനൂത്ത് ഓതണം.
വഇൻ തറക്കൽ ഖുനൂത്ത് ലം യഖ്നുത്. ഇനി ഇമാം ഖുനൂത്ത് ഓതുന്നില്ലെങ്കിലോ, എങ്കിൽ പിന്നെ സ്വന്തമായി മൗമൂമിങ്ങൾ ഖുനൂത്ത് ഓതാൻ പാടില്ല. അതല്ല, ഒരാൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ അദ്ദേഹത്തിനും ഖുനൂത്ത് ലഭിക്കും.